നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നന്ദു, നീ അവിടെ നിന്നെ. ഇതെവിടെ പോയതായിരുന്നു? എടി, നിന്നോടാ ചോദിച്ചത് എവിടെയായിരുന്നു? എനിക്കൊരു ഡ്രസ്സ് തുന്നാൻ കൊടുക്കാനുണ്ടായിരുന്നു. ഈ അതിരാവിലെയോ? കട തുറക്കാനുള്ള സമയമെങ്കിലും ആവണ്ടേ? നീ സത്യം പറ, ആരോടും പറയാതെ എങ്ങോട്ടാ ഇറങ്ങിപ്പോയത്? ഞാൻ പറഞ്ഞു തന്നെ എനിക്ക് പറയാനുള്ളൂ. നാളെ എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിയാ. അതിനിടാനുള്ള ഡ്രസ്സ് നാളെ രാവിലെ കൊടുത്താലേ രാത്രി തുന്നി കിട്ടുള്ളൂ. ഏത് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ? എന്തിനാ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നേ? എന്റെ ഫ്രണ്ട്സിനെ എല്ലാം അമ്മയ്ക്ക് പറഞ്ഞറിയോ? നീ ഒന്ന് പറഞ്ഞു നോക്ക്, അറിയോന്നറിയാലോ. ഒരു നുണ മറയ്ക്കാനായിട്ട് നീ 9 നുണ പറയേണ്ട നന്ദു. ഇവള് വന്നത് വേറെ എവിടേക്കുമല്ല, ഗിരിയുടെ വീട്ടിലേക്ക് അമ്മ. എന്നിട്ടാണോ ഈ പെണ്ണിങ്ങനെ മനുഷ്യനെ തീ തീറ്റിച്ചത്? സുമിയെ കാണാനാണെങ്കിൽ നിനക്കൊന്ന് പറഞ്ഞിട്ട് പോയാൽ എന്തായിരുന്നു? അതിനവൾ എന്നെ കാണാനല്ലോ വന്നത്, ആ നിതീഷിനെ കാണാനല്ലേ. ഇത്രയും നാളും ഞങ്ങൾ കണ്ണേ പൊന്നെന്നൊക്കെ നോക്കി വളർത്തിയതെല്ലാം വെറുതെ ആയി. ഈ അഹങ്കാരി കാരണേ ഇനി നമുക്ക് തലയുയർത്തി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഒടുക്കത്തെ ഒരു ഫോട്ടോഷൂട്ടും മോഡലിംഗ്. മോളെ സുമി, മോളെ സുമി, നീ എന്താ കരുതിയെ? എന്താ ഇത്? ഇവളെ തല്ലല്ല, തല്ലിക്കൊന്ന് കുഴിച്ചു മൂടാ വേണ്ടത്. നീ എന്തിനാ അവളെ ഇങ്ങനെ തല്ലുന്നത്? കാര്യം എന്താന്ന് തെളിച്ച് പറ സുമി. ഞാൻ എങ്ങനെ നിങ്ങളുടെ അടുത്തത് പറയേണ്ടത്? 10 മാസം കഴിയുമ്പോഴേ ഇവളുടെ ഒക്കത്തിന് കുഞ്ഞുണ്ടാവും, ആ നിതീഷിന്റെ. നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞ് മനസ്സിലാക്കിയതാ? എന്നിട്ട് നീ അറിഞ്ഞുകൊണ്ട് തന്നെ അവന്റെ ചതിപ്പിടിച്ചെന്ന് വീട്ടിലെ. എന്തിനാണ് നീ ഞങ്ങളോട് ചതി ചെയ്തത്? പറ, എന്തിനാന്ന്? തൊട്ടു പോകരുത് ഇനി എന്നെ. ഞാൻ നിതീഷ് എന്നെ സ്നേഹിച്ചു, അതിലിപ്പോ എന്താ ഇത്ര തെറ്റാ? എന്ത് സ്നേഹത്തിന്റെ പേരിലായാലും ഒരു പരിധി വിട്ട് നീ പെരുമാറാൻ പാടില്ലായിരുന്നു. പ്രായപൂർത്തിയായ ഒരു പെണ്ണാണെന്നുള്ള ബോധ്യം നിനക്ക് വേണ്ടതായിരുന്നു. ഉപദേശം വേണ്ട. ഇപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം? ഞാൻ പ്രഗ്നന്റ് ആണെങ്കിൽ നിതീഷായിട്ട് എന്നെ കല്യാണം കഴിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിനെ മാന്യമായി വളർത്തിക്കോളാം, അന്തസ്സായി ജീവിക്കും. ആർക്കതിൽ ഇത്ര പ്രശ്നം? എന്റെ പൊന്നു നന്ദു, നീ കരുന്ന പോലെ ഒരാളല്ല അവൻ. നിതീഷിനെ ആ കുടുംബത്തിൽ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. നിതീഷിനെ വിശ്വസിച്ച് നീ കാണിച്ചെല്ലാം വലിയ മണ്ടത്തരാ മോളെ. ഇനി ഒരക്ഷരം നിതീഷിനെ കുറിച്ച് നിങ്ങൾ മിണ്ടരുത്. നിങ്ങളെ ഭർത്താവിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഒരു അപവാദം പറഞ്ഞ നിങ്ങളെ ക്ഷമിക്കോ? നന്ദു, ചേച്ചിയുടെ രോഷപ്രകടനം സെന്റിമെന്റ്സ് ഒക്കെ എന്തിനാണെന്ന് എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. നല്ല നിലയിലൊരു ജീവിതം എനിക്കും കൂടെ കിട്ടിപ്പോയല്ലെന്നുള്ള അസൂയാണ് സുമിതേച്ചിക്ക്. നന്ദു, നിങ്ങൾക്ക് ആർക്കും ഞാൻ ഒരു കാലത്തും ബാധ്യതയാവാൻ പോകുന്നില്ല. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. എന്റെ കാര്യങ്ങൾ നിതീഷായിട്ട് നോക്കിക്കോളും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.